ഔദ്യോഗിക ബഹുമതികൾ അർപ്പിച്ചു. ഇനിയിപ്പോൾ സംസ്കാര ചടങ്ങിലേക്ക് ചിതയൊരുക്കി അതിലേക്ക് എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു അല്ലേ അലി? സുജയ, സംസ്കാരത്തിന് വേണ്ട എല്ലാ ചടങ്ങുകളും പൂർത്തിയായിരിക്കുന്നു. ഔദ്യോഗിക ബഹുമതികളുമായി ബന്ധപ്പെട്ട ചടങ്ങുകളും പൂർത്തിയായിരിക്കുന്നു. ഇനി അദ്ദേഹത്തിന്റെ ചിതയിലേക്ക്, അദ്ദേഹത്തിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് കടക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. മകനാണ് ചിതയ്ക്ക് തീ കൊളുത്തുന്നത് എന്നാണ് കുടുംബം അറിയിച്ചിരുന്നത്. ആ ദൃശ്യങ്ങളിലേക്ക് കൂടി കടക്കുന്നു. പി ജയചന്ദ്രൻ എന്ന അതുല്യ പ്രതിഭയുടെ, അതുല്യ ഗായകന്റെ അവസാന നിമിഷങ്ങളിലേക്ക് അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം അദ്ദേഹത്തിന്റെ പാലിയം തറവാടിനോട് ചേർന്നുള്ള മുറ്റത്ത് അദ്ദേഹത്തിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് കടക്കുകയാണ്. അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തെ നമ്മൾ വിളിച്ചത് ഭാവഗായകൻ എന്നായിരുന്നു. അത് വെറുമൊരു
പേരിനപ്പുറത്തേക്ക് ഒരു ഗാനത്തിൻ്റെ ജീവൻ ഉൾക്കൊണ്ട്, അതിൻ്റെ ഭാവം ഉൾക്കൊണ്ട് കേൾവിക്കാരൻ്റെ ഹൃദയത്തിലേക്ക് അത് തന്നിരുന്ന ഗായകനായിരുന്നു പി ജയചന്ദ്രൻ. അതുകൊണ്ട് അറിഞ്ഞു വീണ പേരായിരുന്നു ഭാവഗായകൻ എന്നത്. അത് ഭാഷാതിർത്തികൾക്കപ്പുറത്തേക്കുള്ള ഒരു പേര് കൂടിയായിരുന്നു. ഇന്നും മലയാളത്തിനപ്പുറത്തേക്ക് വിവിധ ഭാഷകളിൽ നമ്മൾ ക്ലാസിക്കുകളായി എണ്ണുന്ന ഗാനങ്ങളിൽ പലതും പിറന്നത് പി ജയചന്ദ്രൻ എന്ന അതുല്യ പ്രതിഭയുടെ ശബ്ദത്തിലായിരുന്നു. സംസ്ഥാന അവാർഡുകൾ വാരിക്കൂട്ടിയ നിരവധി ഗായകരുണ്ട്. കേരളത്തിന് പുറത്ത് മറ്റ് ഭാഷകളിൽ പാട്ടുപാടി മറ്റ് സംസ്ഥാനങ്ങളിലെ അവാർഡുകൾ കൂടി വാരിക്കൂട്ടിയ ഒരു അതുല്യ പ്രതിഭ. അതിനപ്പുറത്തേക്ക് ദേശീയ അവാർഡ് വാരിക്കൂട്ടിയ ഒരു പ്രതിഭ. അത്തരത്തിൽ തൻ്റെ മേഖലയിൽ എത്തിപ്പിടിക്കാൻ കഴിയുന്ന ഉന്നതിയുടെ പരമാവധി എത്തിപ്പിടിച്ചൊരു പ്രതിഭ പി ജയചന്ദ്രന്റെ ചിതയ്ക്ക് തീ കൊളുത്താൻ പോവുകയാണ്. മകൻ ദീനനാഥനാണ് പി ജയചന്ദ്രന്റെ ചിതയ്ക്ക് തീ കൊടുക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളിലേക്കാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. പി ജയചന്ദ്രൻ എന്ന അതുല്യ പ്രതിഭയുടെ ചിതയിൽ തീ കൊളുത്തിയിരിക്കുന്നു. ആ ചിത കത്തിയമരുമ്പോൾ പക്ഷെ അപ്പോഴും ഓർമ്മകളിൽ മലയാളിയുടെ മനസ്സിൽ ഒരിക്കലും കത്തിയമരാതെ നിൽക്കുന്ന ഒരു ശബ്ദം, ഒരു അതുല്യ പ്രതിഭ തന്നെയാണ് പി ജയചന്ദ്രൻ. എത്ര കാലം കഴിഞ്ഞാലും മനുഷ്യനുള്ള കാലത്തോളം മനുഷ്യന്റെ ഓരോ വികാരങ്ങൾക്കൊപ്പവും സഞ്ചരിക്കാൻ കഴിയുന്ന അത്രയേറെ പാട്ടുകൾ, അത്രയേറെ വൈവിധ്യത്തിലുള്ള പാട്ടുകൾ പാടി വെച്ചൊരു പ്രതിഭ. 6 പതിറ്റാണ്ട് കാലത്തെ അനശ്വരമാക്കിയാണ് ആ അതുല്യ പ്രതിഭ യാത്രയാകുന്നത്. അദ്ദേഹത്തിന്റെ ചിത കത്തിയമരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പി ജയചന്ദ്രൻ ആഗ്രഹിച്ചിരുന്നത് പോലെ അദ്ദേഹത്തിന്റെ പാലിയം തറവാടിനോട് ചേർന്ന് അദ്ദേഹത്തിന്റെ ചിത കത്തിയമരുകയാണ്. ഇനി അങ്ങോട്ട് പി ജയചന്ദ്രൻ എന്ന വ്യക്തി നമ്മളോടൊപ്പം ഇല്ലെങ്കിലും അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നമുക്കൊപ്പമുണ്ട്, അദ്ദേഹത്തിന്റെ ശബ്ദം നമുക്കൊപ്പമുണ്ട്. 6 പതിറ്റാണ്ട് നീണ്ട ജീവിതം സഫലമാക്കിയ 16,000-ലധികം വരുന്ന ഗാനങ്ങൾ നമുക്കൊപ്പമുണ്ട്. അതിൽ വിവിധ ഭാഷകളിലുള്ള സിനിമാ ഗാനങ്ങളുണ്ട്, ഭക്തിഗാനങ്ങളുണ്ട്, ലളിതഗാനങ്ങളുണ്ട്. അങ്ങനെ സഫലമായൊരു ജീവിതം എന്ന് തന്നെ പറയേണ്ടി വരും 6 പതിറ്റാണ്ട് നീണ്ട ഈ കാലഘട്ടത്തിനിടയിലെ പി ജയചന്ദ്രന്റെ സംഗീത ജീവിതത്തെ. അദ്ദേഹത്തിന്റെ ചിത കത്തി അമരുമ്പോൾ ഒരു കാലഘട്ടമാണ് കടന്നു പോകുന്നത്. മലയാള ഗാനശാഖയെ ഏറ്റവും മനോഹരമായി അടയാളപ്പെടുത്തിയ ഒരു സുവർണ കാലം കൂടിയാണ് കടന്നു പോകുന്നത്. നമ്മൾ പറഞ്ഞതുപോലെ പല പാട്ടുകാരെ പറ്റി നമ്മളെല്ലാവരും പറയാറുണ്ട്. ഗാനഗന്ധർവനായി യേശുദാസിനെ നമ്മൾ പറയുമ്പോഴും ശബ്ദ ഗാംഭീര്യമുള്ള മറ്റു പല ഗായകരെ പറ്റി പറയുമ്പോഴും ആ ഗാംഭീര്യങ്ങൾക്കെല്ലാം ഇടയിൽ ഒരു മധുരനാദമായിരുന്നു പി ജയചന്ദ്രൻ എന്ന് നമ്മൾ പറയാറുണ്ട്. ജയചന്ദ്രന്റെ ശരീരത്തിന് പ്രായമാകുമ്പോഴും മാത്രമല്ല ലളിത ഗാനങ്ങളാൽ അതുപോലെ ഭക്തി ഗാനങ്ങളാൽ മലയാളിയുടെ ഒരു കാലഘട്ടത്തെ തന്നെ മധുര മോഹനമാക്കിയ അഗാധമായ ആഴത്തിൽ നിന്ന് വരുന്ന ആ ഒരു ശബ്ദം, അത് തീർത്തത് ഒരു കടലോളം ശ്രുതികളായിരുന്നു. ആ ശബ്ദമാധുര്യം മാത്രമാണ് ഇനിയിപ്പോൾ ഓർമ്മകളായി നമുക്ക് അവശേഷിക്കുന്നത്. 5 പതിറ്റാണ്ട് കാലം നമുക്കൊപ്പം അദ്ദേഹത്തിൻ്റെ ശബ്ദമുണ്ടായിരുന്നു. 16,000-ഓളം പാട്ടുകൾ നമുക്കായി പാടിവെച്ചാണ് അദ്ദേഹം വിട പറയുന്നത്. നമുക്കൊപ്പം ജെയ്സൺ ചാമോളപ്പിൽ ചേരുന്നുണ്ട്. ജെയ്സൺ ചാമോളപ്പിൽ അർബുദ രോഗബാധിതനായി ചികിത്സയിൽ കഴിയുമ്പോഴും പാട്ടിൻ്റെ വഴിയിലേക്ക് എനിക്ക് തിരിച്ചു വരണമെന്ന് ഡോക്ടർമാരോട് ആവർത്തിച്ചു പറയുന്ന ഒരു പി ജയചന്ദ്രനെ ജെയ്സൺ അറിയാമല്ലോ. അദ്ദേഹം ഇപ്പോൾ നമ്മോട് വിട പറയുന്നു. അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകളാണ് ഇപ്പോൾ നമ്മൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. ജെയ്സൺ. തീർച്ചയായും സുജയ, ഒരു പതിറ്റാണ്ടുകൾ നീണ്ട ഗാന ശാഖയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണിപ്പോൾ നമ്മെ വിട്ടുപോകുന്നത്. 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുടെ ഹൃദയങ്ങളിലേക്ക് തൻ്റെ വാക്കുകൾ കൊണ്ട്, തൻ്റെ ഗാനം കൊണ്ട് അവരെല്ലാം കീഴടക്കിയ പി ജയേന്ദ്രൻ ഇനി ഓർമ്മയായി ചിതയിലേക്ക് സ്വന്തം പുത്രൻ തീ കൊളുത്തിയതോടുകൂടി ആ പതിറ്റാണ്ടുകൾ നീണ്ട ഒരു യുഗത്തിന് അവസാനം കുറിക്കുകയാണ്. നമുക്കറിയാം, ഗാനശാഖയുമായി ബന്ധപ്പെട്ട്, മലയാള സിനിമാ ലോകവുമായി ബന്ധപ്പെട്ട്, ലളിതഗാനവുമായി ബന്ധപ്പെട്ട് സമസ്ത മേഖലകളിലും തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കുകയും സർവാധിപത്യം നേടുകയും ചെയ്ത ഒരു വ്യക്തിയാണ്. പക്ഷേ ഒരിക്കൽ പോലും പൊതുയിടങ്ങളിൽ അതിൻ്റെ ഒരു രീതിയിലുമുള്ളൊരു അഹങ്കാരമോ അതിൻ്റെ ഏതെങ്കിലും കെട്ടുകാഴ്ചയ്ക്കോ അദ്ദേഹം നിന്നുകൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മറ്റുള്ളവരിൽ നിന്ന് വേറിട്ടുള്ളത്. ജെയ്സൺ ചാമോളപ്പിൽ കൃത്യമായി ചൂണ്ടിക്കാട്ടിയതുപോലെ നമ്മുടെയൊക്കെ പ്രണയത്തിനും വിരഹത്തിനും സന്തോഷത്തിനും സന്താപത്തിനും എല്ലാം കൂട്ടായി ആ ശബ്ദം ഇനിയും ഉണ്ടാകും. ആ ശബ്ദത്തെ നമുക്ക് ഹൃദയത്തോട് ചേർക്കാം. പി ജയചന്ദ്രന് റിപ്പോർട്ടറിൻ്റെയും ആദരാഞ്ജലികൾ.